Hi friends, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സദ്യയിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല ഈ ഒരു കറിയെ. പരിപ്പ് കറിയാണ്. പരിപ്പ് കറി പല രീതിയിൽ തയ്യാറാക്കാമെങ്കിലും ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് തുമരപ്പരിപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ കറി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് തുമരപ്പരിപ്പ് വെച്ചിട്ടുള്ള പരിപ്പ് കറിയാണ്. ഏകദേശം ഞാനിത് 250 ഗ്രാമിനടുത്തുള്ള തുമരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ തുമരപ്പരിപ്പിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇത് കുക്കറിലിട്ടാണ് ഞാൻ വേവിക്കുന്നത്. കുക്കറിലേക്ക് തുമര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ അരപ്പൂടൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് വലിയ 2 പിടി, എൻ്റെ കൈക്ക് വലിയ 2 പിടിയാണ് ഞാൻ തേങ്ങ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 3-4 നുള്ള് മുളക് പൊടി, 2-3 നുള്ള് മഞ്ഞൾപ്പൊടി. അധികമൊന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ ഈ പരിപ്പ് വേവിക്കുന്നതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഞാൻ ചേർക്കുകയാണ്. 8-10 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഗ്യാസും അസിഡിറ്റി ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്തിരിക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 5-6 ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം വെള്ളം ഒഴിച്ച് നമ്മളിത് അരച്ചെടുക്കണ്ട. അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ ഈ തേങ്ങ അരച്ചെടുക്കണം. അപ്പം ഞാൻ ഏകദേശം 3 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഞാനിത് ഉടച്ചെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് വെന്തത് കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ നിങ്ങൾക്കിത് തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും. ഇനി നമുക്കിത് ഉടച്ചതിന് ശേഷം, പരിപ്പെല്ലാം നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ പരിപ്പ് വെന്ത് വരുമ്പോഴത്തേന് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഇരിക്കും തോറും കുറുകിപ്പോകും. അതായത് കട്ടിയായിട്ട് പോകും നമ്മുടെ പരിപ്പ് കറി. അതിനായിട്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് നമ്മുടെ പരിപ്പ് കറി ഇപ്പം റെഡിയാക്കി എടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയെടുത്തു. ഈ സമയത്ത് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ തേങ്ങ നമ്മൾ പച്ചക്കല്ല അരച്ച് ചേർത്തിരിക്കുന്നത്. ഈ തേങ്ങയുടെ പച്ച ചുവ മാറുന്നിടം വരെ ഇതൊന്ന് തിളപ്പിച്ചും കൂടെ എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ പരിപ്പിന് പകരം ചെറുപയർ പരിപ്പ്, മൂങ് ദാൽ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ടേസ്റ്റിന് ചെറിയ വ്യത്യാസമൊക്കെ വരും. ഓരോ പരിപ്പും വെച്ച് റെഡിയാക്കുന്ന പരിപ്പ് കറി ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയല്ലേ. ഇപ്പം നമ്മുടെ പരിപ്പ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചൂടെ ചേർത്താൽ മതി. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്തു. ഇത്രയേ ഉള്ളൂ. എന്ത് എളുപ്പമാണ് നമ്മുടെ പരിപ്പ് കറി ഇല്ലേ. ഒരു വലിയ പ്ലേറ്റ് ചോറ് ഈ ഒറ്റ കറി മതി. അതോടൊപ്പം തന്നെ കുറച്ച് നെയ്യും 2 പപ്പടവും, കൂട്ടത്തിൽ കുറച്ച് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇല്ലേ. ഈ ചോറിനൊപ്പം തന്നെ അല്ല, ഇത് ചപ്പാത്തിക്കൊപ്പം വേണമെങ്കിലും കഴിക്കാവുന്ന നല്ലൊരു കറി തന്നെയാണ്. അപ്പം നമ്മുടെ സദ്യക്ക് സത്യം പറഞ്ഞാൽ ആദ്യം വിളമ്പുന്ന കറിയാണ് പരിപ്പ് കറി. ചോറും അതിൻ്റെ ഒപ്പം പരിപ്പ്, നെയ്യ്, പപ്പടം. ഇതാണല്ലോ ആ ഒരു രീതി. പിന്നെ ചിലയിടത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരെയൊക്കെ ഏരിയയിൽ ആദ്യം തുടങ്ങുന്നത് സാമ്പാർ വെച്ചിട്ട് തന്നെയാണെന്ന്. കണ്ടില്ലേ, പരിപ്പ് കറി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ തോന്നില്ലേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ പരിപ്പ് കറി റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിനെ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ തന്നെ അറിയിക്കുക. തുടർന്നും ചാനൽ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.